നമ്മൾ സാധാരണ നല്ല വാർത്തയെന്ന് പറയുമ്പോൾ ചില പ്രേക്ഷകരെങ്കിലും ചോദിക്കും ചീത്ത വാർത്തയുണ്ടോ? അങ്ങനെയില്ല കേട്ടോ. വാർത്തയ്ക്ക് നല്ലത് ചീത്തയൊന്നുമില്ല. പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, ഈ ലോകം സുന്ദരമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ചില വാർത്തകളുണ്ട്. തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ പരസ്പരം കണ്ടാൽ ചിരിക്കാൻ പോലും സമയമില്ലാത്ത കാലത്ത് സൗഹൃദത്തിൻ്റെ ഒരു അപൂർവ മാതൃക പരിചയപ്പെടുത്താം. വീൽചെയറിലും സ്ട്രെച്ചറിലുമായി ക്യാമ്പസിലെത്തുന്ന രണ്ട് ഭിന്നശേഷി കൂട്ടുകാർക്ക് പരസ്പരം താങ്ങും തണലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ കഥ കാണും. ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ ക്ലാസ് മുറിയിലും വരാന്തയിലും അവരുണ്ടാകും. ഷെയ്ഹയും അതുല്യയും. ഷെയ്ഹ വീൽചെയറിലും അതുല്യ സ്ട്രെച്ചറിലും. ക്ലാസ്സിലും പുറത്തും മലയാളത്തിലെ കുട്ടികൾ ഇവർക്കൊപ്പമാണ് ഒത്തുകൂടുന്നത്. പൂവിട്ടു പൂവിട്ടു ഞാൻ എൻ്റെ മുറ്റത്തു പാവി മുളപ്പിച്ച പാരിജാതം നീരൻ കരത്താൽ പുലരിയിലന്തിയിൽ കോരി നനച്ചൊരു പാരിജാതം. അധ്യാപികയാകണമെന്നാണ് അതുല്യയ്ക്കും ഷേഹയ്ക്കും ആഗ്രഹം. എല്ലാവരുമായിട്ടും നല്ല കൂട്ടാണ്. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സ്നേഹമാണ്. അങ്ങനെ നന്നായിട്ട് പോകുന്നു. ഇങ്ങനെ തന്നെ ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ എല്ലാം കിട്ടി. ഡിഗ്രി പഠിച്ച ആർട്സ് കോളേജിലായിരുന്നു. അവിടെയും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ല ടീച്ചേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ പുതിയൊരു PGക്ക് വരുമ്പോൾ എങ്ങനെയാണ് പുതിയൊരു കലാലയം എന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അഡ്മിഷൻ തന്ന തന്നെ എല്ലാവരും പോസിറ്റീവായിരുന്നു വളരെ. എൻ്റെ 8ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് ഇവിടേക്ക് വരണമെന്ന്. നല്ല കേട്ടറിവ് കൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതിൻ്റെ അധ്വാനം കൊണ്ട് ഞാനിവിടെ എത്തിയപ്പോൾ നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു സ്നേഹവും കരുതലും ഇഷ്ടവും എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ്. നല്ല കരുതലും സ്നേഹമായിരുന്നു. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെയല്ല. നമുക്കൊരു ഹോംലി ഫീലാണ് ഇവിടുന്ന് കിട്ടുക. എനിക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് അധ്യാപികയായിട്ട് കയറണം. ഏത് സ്കൂൾ തലത്തിലാണെങ്കിലും കോളേജ് തലത്തിലാണെങ്കിലും അധ്യാപന ജീവിതമാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. ഇരുവരും പഠിക്കാൻ മിടുക്കികൾ. അധ്യാപകരുടെയും സഹപാഠികളുടെയും അകവഴിഞ്ഞ പിന്തുണയാണ് ഇവരുടെ സന്തോഷം. ഇവരുടെ ഇച്ഛാശക്തിയാണ് ഈ ക്യാമ്പസിൻ്റെ പ്രേരണ. ഇവിടെ പ്രകാശം പരത്തുന്ന 2 പെൺകുട്ടികൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പുസ്തകലോകം അവർക്ക് നൽകി ഈ പുസ്തകങ്ങൾ വായിച്ച് അവരുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള കോളേജ് അധ്യാപികമാരാകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. ഈ സന്ദർഭത്തിൽ ഇവർ വലിയ മാതൃകയാണ്. എപ്പോഴും താങ്ങും തണലും കരുത്തുമായി അവരുടെ കൂട്ടുകാർ അവരുടെ ഒപ്പമുണ്ട്. അത് വലിയ സന്തോഷം നൽകുകയാണ്. ഷെയ്ഹയെ ക്യാമ്പസിൻ്റെ മുക്കിലും മൂലയിലും ഒരു മടിയുമില്ലാതെ ഈ വീൽചെയറിൽ കൊണ്ടു നടക്കുന്നത് ആതിരയാണ്. വർഷങ്ങളായി ഇഴപിരിയാത്ത ഒരു ആത്മബന്ധത്തിൻ്റെ കഥ. ഒരേ വൈബാന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ എന്തുണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പം വിളിച്ചാൽ ആതിരെ ഒക്കെ അല്ലേ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാകലുണ്ട്. ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിലായാലും അങ്ങനെ ഒറ്റയ്ക്കില്ലേ, എപ്പോഴും ഓളെ കൂട്ടിയിട്ട് തന്നെ ഈ ക്യാമ്പസിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും ഓള് കണ്ടു കഴിഞ്ഞിരിക്കണ്. ഓളെല്ലാവരും ഓളെ ഈ ക്യാമ്പസിലെ എല്ലാ സ്ഥലവും ഓള് കാണണം എന്നുള്ളൊരു ഇത് ഞെക്കുണ്ടേനി. ഞങ്ങൾ ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ടേനി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണ്ടവിടെ ക്യാമ്പസ് മൊത്തം ഞങ്ങൾ ചുറ്റി കറങ്ങിക്കണം. പരസ്പരം മിണ്ടാനും പങ്കുവെക്കാനും മറന്നുപോകുന്ന സ്വാർത്ഥകാലത്ത് ഈ ചേർത്തു നിർത്തൽ ഹൃദയസ്പർശിയാണ്. ഏറെ പഴക്കമുള്ള ഈ കലാലയം മനുഷ്യരെ പഠിപ്പിക്കുന്ന വിശിഷ്ടമായൊരു അനധ്യായമാണ് ഈ അപൂർവ സൗഹൃദം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.